അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ തിരുവനന്തപുരത്തെ ആ കൊടൂര കൊലപാതകത്തിൻ്റെ വാർത്തയിലേക്ക് അടക്കം കയറും. പക്ഷേ അതിനു മുമ്പ് തിരിച്ചുവരവിൻ്റെ റീ എൻട്രിയുടെ ആവേശത്തിൽ കെജ്രിവാളുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ഇന്ധനമായി കെജ്രിവാൾ. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം കിട്ടിയ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. സർവ്വ ഊർജ്ജത്തോടെ. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കൊപ്പം ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ അല്പസമയം മുൻപാണ് ദർശനം നടത്തി. ആരതിയൊക്കെ ഒഴിഞ്ഞ് പൂജാകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി. കൊണാട്ട് പ്ലേസിലെ ശിവ നവഗ്രഹ ക്ഷേത്രത്തിലും കെജ്രിവാൾ ദർശനം നടത്തിയിരുന്നു. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഇപ്പോൾ കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. എന്ത് പറയുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളത് മൂന്നാം ഘട്ടം പൂർത്തിയാക്കി നാലാം ഘട്ടത്തിലേക്ക് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ ഏറ്റവും നിർണായകമായ കുറച്ച് വാക്കുകൾ അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ അടക്കം, സഞ്ജയ് സിംഗ് അടക്കം, അതിഷി മർലേന അടക്കം ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെയുണ്ട്. ആപ്പിന് കിട്ടുന്ന ജീവശ്വാസം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്ത്യ സഖ്യത്തിന് ഈ ഘട്ടത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇന്ധനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇടക്കാല ജാമ്യമാണ്, 21 ദിവസമേ ഉള്ളൂ എങ്കിൽ കൂടിയും രാജ്യമൊട്ടാകെ നടന്നത് പഞ്ചാബിൽ, ഹരിയാനയിൽ, ഡൽഹിയിൽ എന്ന ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ ഇന്ത്യ സഖ്യത്തിനായി പ്രചരണത്തിനിറങ്ങാൻ പോകുന്ന അരവിന്ദ് കെജ്രിവാൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് അവരുടെ പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു മുഹൂർത്തമാണിത്. അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരും എന്ന ചെറിയ സന്ദേശം നൽകിയതല്ലാതെ അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയിരുന്നില്ല. അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ നിന്നും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അത് പ്രതീക്ഷിക്കുകയാണ്. अरविंद केजरीवाल साहब जो देश के सबसे लोकप्रिय नेता बन चुके हैं और आम आदमी पार्टी के सुप्रीमो हैं, दिल्ली के आपके चुने हुए मुख्यमंत्री हैं, उनके साथ जो हुआ सबने पूरे देश ने देखा. उसी सिलसिले में कल बाहर आए, जब उसी सिलसिले में आज प्रेस कॉन्फ्रेंस रखी थी, लेकिन ये प्रेस कॉन्फ्रेंस कहीं से भी लग नहीं रही है, ये तो एक रैली बन गई है, बहुत बड़ी जनसभा बन गई है. तो अरविंद जी, संजय सिंह जी, हमारी पूरी दिल्ली की लीडरशिप, कैबिनेट, सबका सबसे पहले बहुत बहुत आभार भी व्यक्त करता हूं. मुझे बुलाया, यहां मान सम्मान दिया, और सबसे ज्यादा धन्यवाद करता हूं दिल्ली के इन क्रांतिकारी लोगों का जो संकट की घड़ी में आम आदमी पार्टी के साथ चट्टान की तरह डटे रहे. सबका धन्यवाद. मीडिया वाले सज्जन जो हैं आए हैं, पूरा देश नहीं पूरी दुनिया देख रही होगी इस प्रेस कॉन्फ्रेंस को, क्योंकि लोग सुनना चाहते हैं कि अरविंद केजरीवाल जी आगे क्या दिशा देंगे, क्या दशा होगी, राजनीति की दिशा और दशा बताएंगे. लोग सुनना चाहते हैं. അപ്പോൾ ഭഗവന്ത് സിംഗ് മാൻ സംസാരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്തും. അതിനു മുൻപ് 1-2 വാർത്തകൾ നോക്കി വരാം. അവിടെ ആ കിരാത കൊലപാതകത്തിലെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. തിരുവനന്തപുരം കരമനയിൽ നടു റോഡിൽ യുവാവിനെ അടിച്ചു കൊലപ്പെടുത്തി. മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് കരമന സ്വദേശി അഖിലിനെ 4 പേർ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. കമ്പിവടിക്ക് 1 മിനിറ്റോളം അടിച്ചും കല്ലെറിഞ്ഞും അഖിലിനെ കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. തലസ്ഥാനത്ത് ഇന്നലെ പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. അഖിലിനെ ആക്രമിക്കാൻ 4 സംഘം കാറിലെത്തിയത് ആയുധങ്ങളുമായി. ഒരാൾ കാറിലിരുന്നു. റോഡരികിൽ നിന്ന് അഖിലിനെ 3 പേർ ചേർന്ന് ആക്രമിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച അഖിലിനെ നിലത്തേക്ക് വലിച്ചിട്ട് 1 മിനിറ്റോളം കമ്പിവടി കൊണ്ട് അടിച്ചു. 6 തവണ കരിങ്കല്ല് ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തലയോട്ടി പിളർന്ന നിലയിലാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. യവനെന്നല്ല ഈ കുടുംബത്തിലെ ഒരു പയ്യന്മാർ ആരെടുത്ത് അടിക്കും വഴക്കിന് പോലും. ഇവ ഇത്രേ ഉള്ളൂ. മറ്റവന്മാര് 4-5 പേരെന്തോ ഉണ്ടെന്ന് പറയുന്നു. ഈ യവനെ കൊണ്ട് പറ്റില്ല അത്രയന്മാരെ കയ്യിലൊന്നും പിടിക്കുക. അമ്മമാര് കമ്പി അടി കൊണ്ട് അടിച്ചിട്ട് മരിച്ചോന്നറിയാൻ വേണ്ടി നെഞ്ചിൽ കല്ലെടുത്തിട്ട് കൊടുക്കുന്നു. അഖിൽ, അനീഷ്, വിനീഷ്, സുമേഷ് എന്നിവരാണ് ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇവരിൽ 2 പേർ 4 വർഷം മുൻപ് നടന്ന കരമന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ്. ഇതിലെ 4 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അഖിൽ, അനീഷ്, അതുപോലെ വിനീത്, പിന്നെ
സുമേഷ്, ഇങ്ങനെ 4 പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിലുള്ളതായിട്ട് പോലീസ് തിരിച്ചറിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പരംകോട്ടെ ബാറിൽ വെച്ച് കൊല്ലപ്പെട്ട അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായി. അന്ന് എതിർ സംഘത്തിലെ 2 പേരെ അഖിൽ കല്ലുകൊണ്ട് ആക്രമിച്ചു. ഇതിന്റെ പ്രതികാരമാണ് അഖിലിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അക്രമി സംഘമെത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അഖിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കുറേ നാളുകളെ തലസ്ഥാന നഗരിയിൽ ഇത് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സമൂലമായൊരു പരിശോധന നടത്തി ആവശ്യമായ നടപടി ചെയ്യും. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാഹചര്യത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കരമന അഖിൽ കൊലപാതക കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ച പോലീസ്. കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നേക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് നീക്കം. കൊലപാതക ഗൂഢാലോചനയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, നടു റോട്ടിൽ പട്ടാപ്പകൽ ഇത്രത്തോളം അതിക്രൂരമായി കല്ലെറിഞ്ഞും കമ്പിനടിച്ചും ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ എവിടെയാണ് എന്ന് പോലീസിന് ധാരണയുണ്ടോ ഇപ്പോൾ? ഹഷ്മി, ഇക്കാര്യത്തിൽ പോലീസ് തന്നെ വലിയ തരത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം തലസ്ഥാന നഗരമാണ്, തൊട്ടടുത്തുള്ള കരമനയാണ്. കരമനയിൽ നേരത്തെയും സമാനമായ രീതിയിൽ ലഹരി സംഘങ്ങളുടെ വൈരാഗ്യം മൂലം ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് വർഷങ്ങൾക്ക് മുൻപ്. അതിന് പിന്നാലെ വീണ്ടും ഒരു സംഭവം ആവർത്തിക്കുമ്പോൾ അതിന് പിന്നിൽ, അതായത് വീണ്ടും ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകത്തിന് പിന്നിലും മുൻപ് നടന്ന കൊലപാതകത്തിൽ അതേ പ്രതികൾ തന്നെയാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. അതിന് പിന്നാലെയാണ് പോലീസ് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ വ്യാപിപ്പിച്ചത്. 4.5 വർഷം മുൻപ് കരവന അനന്തു കൊലപാതക കേസിന് ശേഷം, അനന്തു കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതികൾ ഒളിവിൽ കഴിയാൻ പോയത് തമിഴ്നാട്ടിലേക്കായിരുന്നു. ആ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ തേടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിക്കായിരുന്നു സംഭവം. നഗരത്തിൽ ഈ പ്രതികൾ ഇനി തുടരാൻ സാധ്യതയില്ല എന്നുള്ളത് പോലീസ് ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് വളരെ പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ളത് തമിഴ്നാട് ഭാഗത്തേക്കാണ്. അവിടേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. അതുകൊണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. അതേസമയം ഈ സംഭവത്തിൽ ഈ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവർ ലഹരി മാഫിയ സംഘത്തിലെ ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അവരിൽ ഒരാളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാൾക്ക് ഈ കേസിൽ അല്ലെങ്കിൽ കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഇതിന്റെ ഗൂഢാലോചനയിലടക്കം ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നു. അയാൾ പക്ഷേ ആ കാര്യം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസിൽ നിർണായകമായി മാറുന്ന വൈറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന CCTV ആണ്. കൂടുതൽ CCTV അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ DCP നേരിട്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി മുതൽ നടത്തുക. ഹഷ്മി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അടിയന്തരമായി ആ കൂട്ടം അവർ പിടിയിലാവട്ടെ, തെമ്മാടിക്കൂട്ടം പിടിയിലാവട്ടെ, അവർ പുറത്തിറങ്ങാത്തവണ്ണം വഴിക്കുള്ളിലാവട്ടെ. കാര്യം മനുഷ്യർ എന്ന് പോലും അവരെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനമാണ്, കൊലപാതകമാണ് ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടത്. ആ ഒരു പ്രേക്ഷകൻ മറിയം ഷാജി പറയുകയാണ്, ആ ദൃശ്യം കാണിക്കല്ലേ, മനുഷ്യന് പട്ടിയുടെ വില പോലും ഉണ്ട്, നടു റോഡിലാണെങ്കിൽ പോലും രക്ഷപ്പെടുത്താൻ ആരും ഇല്ലാതാകുന്നു എന്ന ഭയം ജനിപ്പിക്കുന്നു ഷമി പറയുന്നു. നമ്മുടെ നീതി നിയമത്തെ ആരും ഭയപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം ക്രൂരത ചെയ്യാൻ കുറ്റവാളികൾക്ക് പ്രചോദനം എന്ന് ലാൻ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കല്ലേ, അത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ എന്നൊരു പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രചോദനമുണ്ടെങ്കിൽ ആ പ്രചോദനം ഇല്ലാതാക്കൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ബാധ്യതയാണ്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കിടപ്പ് രോഗിയായ പിതാവിനോട് മകൻ്റെ ക്രൂരത. തൃപ്പൂണിത്തുറ ഏരൂർ വൈമേതിയിൽ കിടപ്പ് രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ സ്ഥലം വിട്ടു. 24 വാർത്തയ്ക്ക് പിന്നാലെ 75 വയസ്സുള്ള ഷൺമുഖനെ നഗരസഭാ അധികൃതർ ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടി. 24 ഇംപാക്ട്. വീട്ടുസാധനങ്ങൾ എടുക്കാൻ മറക്കാതിരുന്ന മകൻ ചലനശേഷി പോലുമില്ലാത്ത തന്നെ മറന്നെന്ന് ഒരു പിതാവ് വേദനയോടെ പറയുന്നു. 24 മണിക്കൂറാണ് ഷൺമുഖൻ ഭക്ഷണമോ തുള്ളി വെള്ളമോ കിട്ടാതെ വാടക വീട്ടിൽ ഒറ്റപ്പെട്ടത്. വീട്ടുടമ സുനിലിന്റെ തുണ കൊണ്ട് ജീവൻ ബാക്കിയായി. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു പോയി, പക്ഷെ അച്ഛനെ മാത്രം ഉപേക്ഷിച്ചിട്ട് പോയേക്കാണ്. മിനിഞ്ഞാന്ന് രാത്രി പോയതാ. 3 മക്കളെ വളർത്തി വലുതാക്കിയ പിതാവിനാണ് ഈ ദുരവസ്ഥ.
24 വാർത്തയ്ക്ക് പിന്നാലെ തൃപ്പുണിത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ കെ പ്രദീപ് കുമാറിന്റെ ഇടപെടൽ. താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് അവർ അടിയന്തരമായിട്ട് ടീം എത്തും. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പരിചരണം കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ഈ ഉപേക്ഷിച്ച് പോയത് സംബന്ധിച്ചുള്ള പരാതിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തി. ദിവസങ്ങളായി മാറ്റാതിരുന്ന ഡയപ്പറും മൂത്രസഞ്ചിയും മാറ്റി. മറ്റു മക്കളും ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ ഷൺമുഖനെ തൃപ്പുണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. P2C. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നത് വാർത്ത എന്നുള്ളത് യാന്ത്രികമായ എന്തെങ്കിലും സംഗതിയല്ല, അത് ഇത്തരം ഇടപെടൽ കൂടിയാണ്. ഷൺമുഖനെ അല്ലെങ്കിൽ ഷൺമുഖന്മാരെ ചേർത്ത് പിടിക്കൽ കൂടിയാണ്, അവർക്ക് ആശ്വാസമാകൽ കൂടിയാണ്. അരുൺ ജി മുട്ടട പറയുന്നു, ഹാഷ്മി ബ്രോ, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ ഉപേക്ഷിക്കുന്നവർ ഒന്ന് ഓർക്കുക. ഇതൊക്കെ കണ്ടുവളരുന്ന നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളോടും ഇതുതന്നെ ചെയ്തേക്കാം. 100% ശരിയാണ് കേട്ടോ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്ത സംഭവത്തിൽ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി തുടരുന്നു. 13-ാം പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്ക് മാപ്പ് നൽകാൻ കഴിയില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രക്തസാക്ഷിയുടെ ആത്മാക്കളെ നേതാക്കൾ വേദനിപ്പിച്ചു. രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവർ എത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്നും MP വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നെങ്ങനെ വിശ്വസിക്കാനാകുമെന്നും അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കർശനമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. KPC അംഗം KV സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന പരാതിയിലാണ് നടപടി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചന എന്ന് KV സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന നേതൃയോഗത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ KV സുബ്രഹ്മണ്യനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരായി പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം. DCCയും സുബ്രഹ്മണ്യനെതിരെ നിലപാടെടുത്തു. ഇതോടെയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം. പാർട്ടി നടപടിക്ക് വിധേയനായ ചേവായൂർ ബാങ്ക് ഭരണസമിതി അധ്യക്ഷൻ പ്രശാന്തിനൊപ്പം വാർത്താ സമ്മേളനം നടത്തിയതും ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച സുബ്രഹ്മണ്യന്റെ തീരുമാനവും KPCC അംഗീകരിച്ചു. അതേസമയം തനിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മൂവർ സംഘമാണ് പിന്നിലെന്നും KV സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് 5 ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഡിസംബർ 31 വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺ കുമാറാണ്, DCC പ്രസിഡന്റാണ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചേവായൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. പാർട്ടി നടപടി നേരിട്ട ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാറിനെ തിരിച്ചെടുക്കണമെന്നായിരുന്നു ബാങ്ക് മുൻ ഡയറക്ടറായ KV സുബ്രഹ്മണ്യന്റെ ആവശ്യം. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് KV സുബ്രഹ്മണ്യൻ രാജിവെച്ചത്. 24 കോഴിക്കോട്. കണ്ണൂർ ആറളം ഫാമിൽ വനം വകുപ്പ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന. ഫാമിലെ 6-ാം ബ്ലോക്കിൽ കാട്ടാനെ തുരത്തുന്നതിനിടയിലാണ് സംഭവം. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരും സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് പിടിയാനയും കുട്ടിയും പാഞ്ഞെടുത്തത്. തലനാരിഴയ്ക്കാണ് ജീപ്പിലുണ്ടായിരുന്ന വനം വകുപ്പ് സംഘം രക്ഷപ്പെട്ടത്. ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തിയതോടെ കാട്ടാന പിന്തിരിയുകയായിരുന്നു. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ പൊടിക്കാറ്റിൽ 2 മരണം, 23 പേർക്ക് പരിക്കേറ്റു. പൊടിക്കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകിയും കെട്ടിടങ്ങൾ തകർന്നുമാണ് അപകടമുണ്ടായത്. കൊണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും മരങ്ങൾ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ടായി. ഡൽഹിയിലും NCR മേഖലകളിലുമാണ് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ പൊടിക്കാറ്റ് വീശിയത്. ഇന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നന്ദനൻ കേവ് പറയുകയാണ്, ഈ കിടക്കുന്ന ആളും ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അവസ്ഥ ഒരു പിന്തുടർച്ചയായി കണ്ടാൽ മതി എന്നൊക്കെ പറയുകയാണ്. അത് ആ മക്കളെ ന്യായീകരിക്കുന്ന കമൻറ്റ് പോലെ തോന്നുന്നു. ശരിയാണോ ചേട്ടാ? അങ്ങനെ ആലോചിക്കാവോ?
അബ്ദുൾ റഫീഖ് പറയുന്നു 3 മക്കൾക്കെതിരെയും കേസെടുക്കണം, കോടതി വിധി ഉണ്ടല്ലോ എന്ന് പറയുന്നു. മക്കളെ വളർത്താൻ ഓരോ അമ്മമാർ കഷ്ടപ്പെടുന്നു, പക്ഷേ മക്കൾ വളർന്നാൽ അച്ഛന്മാരെ മക്കൾ പഠിപ്പിക്കും. ഇതുപോലെ എത്ര വീടുകൾ ഉണ്ടാകുമെന്ന് ആശാബി ചോദിക്കുന്നു. അങ്ങനെ ആ വാർത്തയോടുള്ള നമ്മുടെ പ്രേക്ഷക പ്രതികരണം, വൈകാരികമായ പ്രേക്ഷക പ്രതികരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, സ്വാഭാവികമാണ്. കൊല്ലത്ത് 24 പ്രതിനിധി ആർ അരുൺരാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് എഫ്ഐആർ. അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിംഗിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺരാജിനെ ആക്രമിച്ചത്. കത്തിയും വിയർകുപ്പിയും വീശി. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പുച്ഛോ ഇല്ല ഇവിടുത്തെ 24 പുച്ഛോ കാണിച്ചാലേ അവരെ മീശയം മൊത്തം ഓരോന്ന് പിടിയെടുക്കും. അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു. കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അരുൺരാജിന് സംഭവിച്ച ഈ അപമാനത്തിന്, ശാരീരിക പീഡനത്തിന്, ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അരുൺരാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. 24 തിരുവനന്തപുരം. അപ്പോൾ അത്തരം ഗുണ്ടകൾ മനസമാധാനം കെടുത്തുന്ന, ജനത്തിൻ്റെ സ്വൈര്യജീവിതം തകർക്കുന്ന അത്തരം ഗുണ്ടകൾ അഴിക്കുള്ളിലാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേറൊരു കൊടുങ്ക്രിമിനൽ പിടിയിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീടിന് തീയിട്ട് പ്രതികാരം ചെയ്ത കുപ്രസിദ്ധ ഗുണ്ട പഞ്ചായത്തുണ്ണി എന്നാണ് കേട്ടോ പേര്. പഞ്ചായത്തുണ്ണി പിടിയിൽ. വീടാക്രമിച്ചിന് പോലീസിൽ പരാതി നൽകിയതിൻ്റെ പകയിൽ ഇന്നലെ രാത്രിയാണ് ഫാത്തിമാപുരത്ത് ഇയാളൊരു വീട് കത്തിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടും ക്രിമിനലുകളൊക്കെ പിടിയിലാവുന്ന നല്ല കാലമാണ്. आप सब लोगों का तहे दिल से बहुत बहुत शुक्रिया. इतनी तपती धूप के अंदर इतनी देर से इतनी बड़ी संख्या में आप लोग मेरा इंतजार कर रहे हैं. मैं आपका तहे दिल से बहुत बहुत शुक्रिया अदा करना चाहता हूं. जितने लोग इस वक्त टीवी में देख रहे हैं उन सब दर्शकों का भी मैं तहे दिल से शुक्रिया अदा करना चाहता हूं. सबको मेरा नमस्कार, सबको मेरा प्रणाम. दोस्तों, सीधा जेल से मैं आप लोगों के बीच में आ रहा हूं. आपके बीच में आके बहुत अच्छा लग रहा है. 50 दिन के बाद अभी मैं, मेरी पत्नी भगवंत मान साहब, हम लोग कनॉट प्लेस में हनुमान मंदिर में गए थे. हनुमान जी का आशीर्वाद लिया, उनके दर्शन किए. फिर शिव जी के मंदिर गए, शनि जी महाराज के पास गए, उनका सबका आशीर्वाद लिया. बजरंग बली की खूब कृपा है हमारे ऊपर, हमारी पार्टी के ऊपर, देशवासियों के ऊपर. उन्हीं की कृपा से आज अचानक मैं आप लोगों के बीच में, उन्हें तो किसी को उम्मीद नहीं थी कि चुनाव के बीच में मैं जेल से बाहर आ जाऊंगा, लेकिन ऊपर बजरंग बली की कृपा है, हनुमान जी की कृपा है हम लोगों के ऊपर, और चमत्कार हुआ और आज मैं आप लोगों के बीच में हूं. दोस्तों, हमारी आम आदमी पार्टी एक छोटी सी पार्टी है, 2 राज्यों के अंदर है, अभी 10 साल पुरानी पार्टी है. हमारी पार्टी को कुचलने में, खत्म करने में प्रधानमंत्री जी ने कोई कसर नहीं छोड़ी. एक साथ हमारी पार्टी के 4 टॉप के नेता जेल भेज दिए एक साथ. अरविंद केजरीवाल, मनीष सिसोदिया, संजय सिंह, सतिंदर जैन. बड़ी बड़ी पार्टियों के अगर 4 टॉप के नेता जेल चले जाएं, पार्टी खत्म हो जाती है. आम आदमी पार्टी के 4 टॉप के नेता इन्होंने जेल भेज दिए. उन्होंने सोचा कि पार्टी खत्म हो जाएगी, लेकिन ये पार्टी नहीं है, ये एक सोच है. जितना ये खत्म करना चाहते हैं उतना ये बढ़ती जाती है, उतना ये बढ़ती जाती है. ये क्रश करना चाहते हैं प्रधानमंत्री जी आम आदमी पार्टी को. जो लोग
मोदी जी से मिलने जाते हैं, वो कई लोग हमें भी जानते हैं, वो बाहर आके हमें बताते हैं कि आपके बारे में सबसे पहले मोदी जी से जो भी मिलने जाता है सबसे पहले वो केजरीवाल की और आम आदमी पार्टी की 10 से 15 मिनट बात करते हैं। उनको कहते हैं कि आने वाले समय के अंदर आम आदमी पार्टी ही देश को भविष्य देने वाली है, वो खुद भी मानते हैं। इसीलिए वो चाहते हैं कि आज ही आम आदमी पार्टी को बढ़ने से रोका जाए, इनको कुचल दिया जाए। ये तानाशाही है। अगर उनको लगता है कि आम आदमी पार्टी आने वाले समय में बीजेपी को चैलेंज देने वाली है, आप अच्छे काम करो, आप देश को भविष्य दो। आज आपकी सरकार है केंद्र के अंदर, आप देश के लिए काम करोगे, आम आदमी पार्टी को कोई पूछेगा ही नहीं। लेकिन आप कुछ काम नहीं करो और आम आदमी पार्टी को कुचल दो, ये जनतंत्र नहीं है, ये इस देश की जनता पसंद नहीं करती है। इन्होंने आम आदमी पार्टी को कुचलने में कोई कसर नहीं छोड़ी। छोटे से लोग हैं हम लोग, छोटी सी पार्टी है। 75 साल के अंदर इस कदर किसी पार्टी को और उसके नेताओं को प्रताड़ित नहीं किया गया जिस तरह से प्रधानमंत्री मोदी जी ने आम आदमी पार्टी को प्रताड़ित करने की कोशिश की है। मेरे को इन्होंने जेल भेज दिया। प्रधानमंत्री जी कह रहे हैं मैं भ्रष्टाचार से लड़ रहा हूं। देश के सबसे बड़े चोर, उचक्के और डकैतों को इन्होंने अपनी पार्टी में शामिल कर लिया। जिन लोगों को 10 दिन पहले मोदी जी कहते थे 70,000 करोड़ का इसने घोटाला कर दिया, थोड़े दिन के बाद उसी आदमी को अपनी पार्टी में शामिल करके किसी को डिप्टी सीएम बना देते हैं, किसी को मंत्री बना देते हैं और उनके सारे ईडी और सीबीआई के मामले खत्म कर देते हैं और कहते हैं मैं भ्रष्टाचार से लड़ रहा हूं। मैं मोदी जी को कहना चाहता हूं, भ्रष्टाचार से अगर लड़ाई लड़नी है तो केजरीवाल से सीखो। प्रधानमंत्री जी, भ्रष्टाचार के खिलाफ लड़ाई केजरीवाल ने लड़ी है। 2015 में जब दिल्ली में हमारी सरकार बनी थी, हमारे एक मंत्री का एक ऑडियो मेरे पास किसी ने व्हाट्सएप कर दिया। उस ऑडियो में मेरा मंत्री किसी दुकान वाले से 5 लाख रुपए मांग रहा था। किसी मीडिया वाले को नहीं पता था, विपक्ष को नहीं पता था। आप लोगों को याद होगा, मैंने अपने खुद मंत्री को सीबीआई के हवाले कर दिया, जेल भेज दिया था अपने मंत्री को। ये होती है भ्रष्टाचार के खिलाफ लड़ाई। पंजाब के अंदर मेरा एक मंत्री भ्रष्टाचार में, मेरे को पता चला कि वो पैसे मैंने अपने खुद मंत्री को सीबीआई के हवाले कर दिया, जेल भेज दिया था अपने मंत्री को। ये होती है भ्रष्टाचार के खिलाफ लड़ाई। पंजाब के अंदर मेरा एक लड़ रहे प्रधानमंत्री जी, आप देशवासियों को बेवकूफ मत समझो। देश बच्चे की जुबान के ऊपर हो रहा है कि सारे चोर चक्कों को अपनी पार्टी में शामिल करके और ईडी और सीबीआई के सारे केस उनके रफा दफा कर देते। केजरीवाल को क्यों गिरफ्तार किया? केजरीवाल को गिरफ्तार करके उन्होंने एक मैसेज दिया है सारे देश को कि अगर मैं केजरीवाल को गिरफ्तार कर सकता हूं तो किसी को भी गिरफ्तार कर सकता हूं। कोई केस नहीं होगा, कोई मामला नहीं होगा, तब भी मैं तुमको गिरफ्तार कर सकता हूं। एक बेहद खतरनाक मिशन चालू किया हुआ है प्रधानमंत्री जी ने, बहुत ही खतरनाक। देशवासियों को यह समझने की, अब जब मैं बोलने जा रहा हूं, समझने की जरूरत है। उस मिशन का नाम है वन नेशन वन लीडर। देश के सारे नेताओं को खत्म करना चाहते हैं मोदी जी, और इसको 2 स्तर के ऊपर इस मिशन को चला रहे हैं। जितने विपक्ष के नेता हैं उनको जेल भेजेंगे और जितने बीजेपी के नेता हैं उनको सबको निपटा देंगे, उनकी राजनीति खत्म करते जाएंगे, उनको सबको निपटाते जाएंगे।
विपक्ष के अंदर आज इन्होंने मनीष सिसोदिया को जेल भेज दिया, संजय सिंह को जेल भेज दिया, सत्येंद्र जैन को जेल भेज दिया, केजरीवाल को जेल भेज दिया, हेमंत सोरेन को जेल भेज दिया, ममता दीदी के कई मंत्रियों को जेल भेज दिया, स्टैलिन के कई मंत्रियों को जेल भेज दिया, केरला के सीएम के पीछे पड़े हैं। अगर ये चुनाव जीत गए, मेरे से लिखवा लो एफिडेविट के ऊपर, थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टैलिन साहब जेल के अंदर होंगे, पिनरई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे। अगर ये चुनाव जीत गए, इन्होंने बीजेपी का एक नेता नहीं छोड़ा, आडवाणी जी की राजनीति खत्म कर दी इन्होंने, मुरली मनोहर जोशी की राजनीति खत्म कर दी, सुमित्रा महाजन की, शिवराज सिंह चौहान जिसने मध्य प्रदेश का चुनाव जीत के दिया इन लोगों ने, शिवराज सिंह चौहान ने उसको मुख्यमंत्री नहीं बनाया, उसकी राजनीति खत्म कर दी। वसुंधरा राजे की जो राजनीति खत्म कर दी इन्होंने, खट्टर साहब की राजनीति खत्म कर दी, डॉक्टर रमन सिंह की राजनीति खत्म कर दी। अब अगला किसका नंबर है? योगी आदित्यनाथ। अगर ये चुनाव जीत गए, मेरे से लिखवा लो, 2 महीने के अंदर उत्तर प्रदेश का मुख्यमंत्री बदल देंगे ये लोग। योगी आदित्यनाथ की राजनीति खत्म करेंगे, उनको भी निपटा देंगे ये लोग। यही तानाशाही है दोस्तों। 1 नेशन 1 लीडर ये चाहते हैं, एक ही तानाशाह इस देश के अंदर बचेगा, एक ही तानाशाह इस देश के अंदर बचेगा। हमारा देश बहुत महान है, 4000 5000 साल पुराना हमारा देश है। इसके पहले पिछले 4000 साल में कई मौके आए जब इस देश के ऊपर तानाशाहों ने कब्जा करने की कोशिश की, लेकिन हमारे देश के लोगों ने उन तानाशाहों का तख्ता उखाड़ के फेंक दिया। जब जब हमारे देश में ऐसा मौका आया कि तानाशाह ने हमारे देश के ऊपर कब्जा करने की कोशिश की, इस देश की जनता ने उसका तख्ता उखाड़ के फेंक दिया। आज एक तानाशाह इस देश से जनतंत्र खत्म करना चाहता है, आज एक तानाशाह इस देश से लोकशाही खत्म करना चाहता है। मैं पूरे तन मन धन से लड़ रहा हूं, संघर्ष कर रहा हूं उस तानाशाह के खिलाफ। 140 करोड़ लोगों का साथ चाहता हूं मैं। मेरे अकेले के करने से नहीं होगा। 140 आज मैं आप लोगों से भीख मांगने के लिए आया हूं, 140 करोड़ लोगों से, 140 करोड़ लोगों से भीख मांगने के लिए आया हूं। मेरे देश को बचा लो, मेरे भारतवर्ष को बचा लो, मेरा भारत बहुत महान है। इस तानाशाही से बचा लो मेरे दोस्त, मेरे देश को। मैं सुप्रीम कोर्ट का बहुत बहुत शुक्रिया अदा करना चाहता हूं। उन्होंने 21 दिन दिए हैं, एक एक दिन में 24 घंटे हैं। मैं एक दिन में 24 में से 36 घंटे काम करूंगा, पूरे देश भर में घूमूंगा इस तानाशाही को रोकने के लिए। दोस्तों, जितनी मेरे अंदर ताकत है, मेरा सब कुछ कुर्बान है देश के लिए। मेरा तन मन धन सब कुछ कुर्बान है मेरे देश के लिए। मेरे खून का एक एक कतरा मेरे देश के लिए, मेरे शरीर का एक एक कतरा, मेरी जिंदगी का एक एक पल मेरे देश के लिए। मेरे देश को बचाने के लिए मैं पूरे देश में जाऊंगा। दोस्तों, अब एक बहुत महत्वपूर्ण बात करने जा रहा हूं, उसको ध्यान से सुनना। ये लोग इंडिया गठबंधन से पूछते हैं आपका प्रधानमंत्री कौन होगा। मैं बीजेपी से पूछता हूं आपका प्रधानमंत्री कौन होगा। आप लोग सोच रहे होंगे केजरीवाल क्या बात कर रहा है, मोदी जी होंगे। नहीं, मोदी जी अगले साल 17 सितंबर को 75 साल के हो रहे हैं। बीजेपी के अंदर मोदी जी ने 2014 में मोदी जी ने खुद ने रूल बनाया था कि बीजेपी के अंदर जो भी 75 साल का होगा उसको रिटायर कर दिया जाएगा। सबसे पहले आडवाणी जी को रिटायर किया गया, उसके बाद मुरली मनोहर जोशी जी को रिटायर किया गया,
फिर सुमित्रा महाजन को रिटायर किया गया, फिर यशवंत सिन्हा को रिटायर किया गया। अब मोदी जी अगले साल 17 सितंबर को रिटायर होने वाले हैं। तो मैं बीजेपी से पूछना चाहता हूं, आपका प्रधानमंत्री का दावेदार कौन है? दोस्तों, अगले साल 17 सितंबर तक अगर इनकी सरकार बनी, तो उस पे भी आऊंगा मैं, अगर इनकी सरकार बनी तो पहले अगले 2 महीने में योगी जी को निपटाएंगे ये, और उसके बाद मोदी जी के सबसे खास अमित शाह को ये प्रधानमंत्री बनाएंगे। तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे, मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं। मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है, मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं, वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे हैं। अब एक खुशखबरी है आप लोगों के लिए, अब एक खुशखबरी है, सबको बता देना, जो मैंने बातें कही है बड़ी सोच समझ के कही हैं। वहां बैठ के यही सोच रहा था 50 दिन से। दोस्तों, पूरे देश के मेरे को बाहर निकले हुए 20 घंटे हो गए। इन 20 घंटों के अंदर भी मैंने रात भर में जनता से बात कर रहा था, लोगों से फोन कर रहा था। क्या बोल रहे? रात को आंधी आई थी। पिछले 20 घंटे में मैंने जो बातचीत करी है, कई बड़े बड़े एक्सपर्ट से बात की, चुनाव विश्लेषकों से बात की, सेफोलॉजिस्ट से बात की, जनता से बात की, फोन पे लोगों से। मेरा अपना आकलन है कि 4 जून के बाद इनकी सरकार नहीं बन रही, मोदी सरकार नहीं बन रही। दोस्तों, अगर मैं गलत हूं तो मेरे को बताना, हरियाणा में इनकी सीट कम हो रही है, राजस्थान में कम हो रही है, कर्नाटक में कम हो रही है, दिल्ली में कम हो रही है, बिहार में कम हो रही है, महाराष्ट्र में कम हो रही है, कर्नाटक में कम हो रही है, बंगाल में कम हो रही है, झारखंड में कम हो रही है। बढ़ कहां रही है? यूपी में कम हो रही है, बढ़ कहां रही है? बड़े एक भी जगह इनकी सीटें नहीं बढ़ रही हैं। मेरा अपना मानना है, और सट्टा बाजार में भी वो जो चल रहा है, इनकी 220 से 230 के बीच में सीट आ रही है, उससे ज्यादा सीट नहीं आ रही है। मोदी सरकार नहीं बन रही है, केंद्र में इंडिया गठबंधन की सरकार बन रही है। आम आदमी पार्टी उस सरकार का हिस्सा होगी, दिल्ली को पूर्ण राज्य दिलाएंगे। दिल्ली का एलजी लोगों का एलजी होगा, दिल्ली का एलजी दिल्ली वालों का एलजी होगा। गुजरात से आया हुआ है अभी, दिल्ली के लोगों का एलजी होगा, दिल्ली के लोगों का विकास होगा। एक और पॉइंट है, जब मैं जेल के अंदर था तो कुछ लोगों ने यह मुद्दा उठाया, केजरीवाल सीएम पद से इस्तीफा क्यों नहीं देता। दोस्तों, केजरीवाल को कभी किसी पद का लालच नहीं हुआ। मैं यहां मंत्री, मुख्यमंत्री, प्रधानमंत्री ये सब बनने नहीं आया। इनकम टैक्स में कमिश्नर की नौकरी करता था। कमिश्नर की नौकरी छोड़ के दिल्ली की झुग्गियों के अंदर 1 नहीं, 2 नहीं, 3 नहीं, 10 साल तक मैंने दिल्ली की झुग्गियों के अंदर काम किया है, सुंदर नगरी और नंद नगरी की झुग्गियों के अंदर। इनकम टैक्स कमिश्नर की नौकरी छोड़ के
जब मेरे को दिल्ली की जनता ने पहली बार सीएम बनाया, असूलों के ऊपर 49 दिन के अंदर सीएम पद से इस्तीफा दे दिया था। एक चपरासी की नौकरी कोई नहीं छोड़ता। सीएम बनने के लिए लोग अपना दायां हाथ कटाने के लिए तैयार होते हैं। मैंने खुद से अपने आप सीएम की कुर्सी को लात मार दी थी 49 दिन के अंदर। मेरे लिए सीएम पद इंपॉर्टेंट नहीं है। आज मैंने सीएम पद से इस्तीफा क्यों नहीं दिया जेल जाने के बाद? दोस्तों, पिछले 75 साल में भारतवर्ष में इतने राज्यों के चुनाव हुए, दिल्ली के अंदर सबसे ऐतिहासिक बहुमत से आम आदमी पार्टी जीती, 55-56% वोट, एक बार 67 सीट, एक बार 62 सीट। इतने भारी बहुमत से आज तक कोई राज्य की सरकार 75 साल में नहीं जीती। इतने भारी बहुमत से जीतने के बावजूद झूठा केस, अब उनको पता है वो हमें हरा नहीं सकते दिल्ली के अंदर। उन्हें पता है अगले 20 साल तक दिल्ली में आम आदमी पार्टी को कोई नहीं हरा सकता। तो उन्होंने एक षड्यंत्र रचा, राजनीतिक षड्यंत्र रचा। केजरीवाल को झूठे केस में जेल भेज दो, केजरीवाल को इस्तीफा देना पड़ेगा, केजरीवाल की सरकार गिर जाएगी। उन्होंने ये षड्यंत्र रचा। मैंने कहा मैं भी इस्तीफा नहीं दूंगा। तुम अगर जनतंत्र को जेल में कैद करोगे तो जनतंत्र जेल से चला के दिखाएंगे दोस्तों। सरकार भी जेल से चला के दिखाएंगे। कतई इस्तीफा, तुम्हारे ट्रैप में फंसने वाले नहीं हम। ये अगर हेमंत सोरेन साहब को भी इस्तीफा नहीं देना चाहिए था, जेल से सरकार चलानी चाहिए थी। अगर हमने इस्तीफा दे दिया, ये तो बड़ा अच्छा इनके लिए। जिस राज्य के अंदर ये चुनाव हारेंगे उसके मुख्यमंत्री को पकड़ के जेल में डाल दो, सरकार गिरा दो। उसके मुख्यमंत्री को पकड़ के जेल में डाल दो, सरकार। आज मैं अगर दिल्ली की जेल के अंदर रह के दिल्ली की जेल से इस्तीफा नहीं दे रहा, वो इस तानाशाही के खिलाफ संघर्ष कर रहा हूं, इसको समझ लेना आप लोग। केजरीवाल को किसी पद का लालच नहीं है। सीएम तो 100 सीएम की कुर्सी देश के नाम कुर्बान है दोस्तों। मुझे पता चला मेरे जेल जाने से बहुत लोग भावुक हुए, खासकर मेरी मां, बहनें, महिलाएं बहुत रोई। कईयों ने बहुत मन्नतें मांगी। मैं सबका बहुत बहुत शुक्रिया अदा करना चाहता हूं जिन लोगों ने अपनी दुआएं, करोड़ों लोगों ने अपनी दुआएं भेजी हैं। पूरी दुनिया भर से करोड़ों लोगों ने दुआएं भेजी। उन्हीं के आशीर्वाद का कमाल है कि आज मैं आप लोगों के बीच में हूं। आप लोग सब लोग सुखी रहें, देश खूब तरक्की करे, फले फूले, आप सब लोग खूब खुश रहें, ऐसी मेरी प्रभु से इच्छा है। भारत माता की। അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്യന്തം ആവേശഭരിതമായ എന്തൊക്കെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണഗതിയിൽ ഉപയോഗിക്കാവുന്ന വാക്കുകൾ. तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। ഹനുമാന്റെയും ബജറംഗ് ബലിയുടെയും ബ്ലെസ്സിംഗ് നമുക്കുണ്ടാകും. ഹനുമാന്റെയും ബജറംഗ് ബലിയുടെയും അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പിന്നെ ഒരു അസാധ്യമായ രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തുന്നത്. ഉറപ്പായും പറയാം, അത് നരേന്ദ്രമോദിയെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നതാണ്. താനാഷാഹി നഹി ചലേഗ എന്ന മുദ്രാവാക്യം പലയാവർത്തി മുഴങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താനാഷാഹി, ഏകാധിപതി എന്ന് നേർക്കുനേർ വിളിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. ഈ ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ കാക്കാൻ സഹായിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാൾ. മാത്രമല്ല BJP നേതാക്കളുടെ അടക്കം, അത് യോഗി ആദിത്യനാഥിൻ്റെ അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ, ലാൽകൃഷ്ണ അദ്വാനിയുടെ, മുരളി മനോഹർ ജോഷിയുടെ ഒക്കെ രാഷ്ട്രീയം കുമ്പടച്ചത് നരേന്ദ്രമോദിയാണെങ്കിൽ അത് താനാഷാഹിയുടെ ബെസ്റ്റ് ഉദാഹരണമാണ് എന്നതടക്കം
വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന 21 ദിവസം ഏത് രീതിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളിയെ പ്രചരണ രംഗത്ത് സജീവമാകാൻ പോകുന്നു എന്നതിന്റെ ആദ്യ ഉദാഹരണം ആപ്പ് ആസ്ഥാനത്ത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വലിയൊരു രാഷ്ട്രീയ പ്രസംഗം കണ്ടതാണ്. ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണവില്ല. അതിപ്പോൾ ഡൽഹി, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകും എന്ന സൂചന. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ഓടി നടന്ന് പ്രചരണം നടത്താൻ പോകുന്നു എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് കെജ്രിവാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with DuraShine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ശക്തികളെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. പ്രധാനമന്ത്രി പരാജയഭീതിയിലാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ഒഡീഷയിലെ വിവിധ റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തത്. മോദിയുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞ കോൺഗ്രസ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അനുകൂല വികാരം അലയടിക്കുകയാണെന്ന് അവകാശപ്പെട്ടു. ഒഡീഷയിലടക്കം BJPയുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വികസനം എന്ന BJPയുടെ അവകാശവാദം പൊള്ളയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ കനൌജിലും TMC നേതാവ് മഹുവ മൊയ്ത്ര സ്ഥാനാർത്ഥിയായ ബംഗാളിലെ കൃഷ്ണനഗറിലും പ്രവചനം അപ്രസക്തമാക്കി ഇരുവിഭാഗങ്ങളും ശക്തമായ പ്രചരണമാണ് കാഴ്ചവെക്കുന്നത്. യൂസഫ് പത്താൻ, ആദിർ രഞ്ജൻ ചൗധരി പോരാട്ടം നടക്കുന്ന ബഹ്റാംപൂരിൽ വൈകിട്ടോടുകൂടി പ്രചരണം അവസാനിക്കും. കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് ബഹുസ്വരായിൽ നിന്നും അർജുൻ മുണ്ട കുന്തി മണ്ഡലത്തിൽ നിന്നും ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. YS ശർമിള, മാധവി ലേത, ബണ്ടി സഞ്ജയ് കുമാർ എന്നിവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണമാണ് അവസാന ദിവസം നടക്കുന്നത്. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഇന്ന് തിരശ്ശീല വീഴും. 24 ഡൽഹി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീടിന് തീയിട്ട് പ്രതികാരം ചെയ്ത കുപ്രസിദ്ധ ഗുണ്ട പഞ്ചായത്ത് ഉണ്ണി പിടിയിൽ. വീട് ആക്രമിച്ചതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ പകയിൽ ഇന്നലെ രാത്രിയാണ് ഫാത്തിമാപുരത്ത് ഇയാൾ വീട് കത്തിച്ചത്. മുരുക്കുംപുഴയിലെ രഹസ്യകേന്ദ്രം വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. സലിം മാലിക് വിവരങ്ങൾ വെച്ചിരുന്നു. സലിം, പഞ്ചായത്ത് മൊത്തം ഓടിയിടുന്ന പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് പഞ്ചായത്ത് ഉണ്ണി എന്ന് പേര് വന്നതെന്ന് ചോദിക്കാവോ? ഹാഷ്മി, ഇയാളൊരു കൊടും ക്രിമിനലാണ്. 40-ലധികം കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. വിവിധ ഘട്ടങ്ങളിലായി കാപ്പ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെയാണ് ഇന്ന് വീണ്ടും മുരുക്കുംപുഴയിലെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയും ആ നിലയിലൊരു ഗുണ്ടാ വിളയാട്ടമായിരുന്നു ഈ പ്രദേശത്ത്, ഈ കഴക്കൂട്ടം ഫാത്തിമാപുരത്ത് നടന്നത്. ഇയാൾ ഈ വീട് കയറി, ഈ സ്റ്റാലിൻ്റെ മാതാവിൻ്റെ വീട് കയറി ആക്രമിച്ചതിന് സ്റ്റാലിൻ കേസ് കൊടുത്തു. അതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അതിൻ്റെ വാശിക്കാണ് പാർവതി പുത്തനാർ നീന്തിക്കടന്ന ഈ സ്റ്റാലിൻ്റെ വീടിന് തീയിട്ടത്. തീയിട്ടു എന്ന് മാത്രമല്ല, വീടും പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ വീട്ടിലെ അകത്തുള്ള വസ്തുക്കളടക്കം സർവ്വതും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു കൊടും ഗുണ്ടാവിളയാട്ടമാണ് നടന്നത്. 5 ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട് കയറി ആക്രമിച്ച കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. അതിനെ തുടർന്ന് ഇയാളെ അതിനുശേഷം പോലീസ് ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഈ നിലയിൽ ഈ പുഴ നീന്തിക്കടന്ന്, പാർവതി പുത്തനാർ നീന്തിക്കടന്ന് ഈ വീടിന് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ 2 സർവീസുകളും കരിപ്പൂരിൽ 1 സർവീസ് ഇന്നും മുടങ്ങി. 2 ദിവസത്തിനകം പൂർണ്ണ പരിഹാരം എന്ന് വിമാന കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. സമരം ഒത്തുതീർന്നിട്ടും പൂർണ്ണ പരിഹാരമില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 സർവീസുകൾ ഇന്ന് റദ്ദാക്കി. രാവിലെ 5:15-നും 9:30-ക്കും പുറപ്പെടേണ്ടിയിരുന്ന ദമാം അബുദാബി സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്നുള്ള റാസൽ ഗൈമ സർവീസും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ ഇന്ന് 2 സർവീസുകളാണ് റദ്ദാക്കിയത്. പുലർച്ചെ 2:05-ന് ഷാർജയിലേക്കും രാവിലെ 8-ന് ബഹ്റൈനിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മെഡിക്കൽ അവധിയെടുത്ത ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതാണ് സർവീസുകളെ ബാധിച്ചത്. ജീവനക്കാർ തിരികെ എത്തുന്നതോടെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലാകുമെന്നാണ് അറിയിപ്പ്. 24 കണ്ണൂർ.
ജോജി വർഗീസ് സുരക്ഷ പറഞ്ഞു, കെജ്രിവാൾ ഒരു ശരിയാണ്. ഞാൻ കറണ്ട് ചാർജ് വെള്ളത്തിൻ്റെ ബില്ല് അടച്ചിട്ട് 6 വർഷമായി. അത് ഞങ്ങൾക്ക് നടത്തി തന്നത് കെജ്രിവാൾ എന്ന നല്ല മുഖ്യമന്ത്രിയാണ് എന്നൊരു ജോജി വർഗീസ്. പക്ഷേ എനിക്ക് ഡൽഹിക്കാരനാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഡൽഹിയിലെത്തുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ അവിടെ പോകുന്ന മാധ്യമപ്രവർത്തകർ താമസിക്കുന്നവർക്കൊക്കെ നേരിട്ട് അനുഭവവേദ്യമായ ഒരു കാര്യമായിരിക്കും അത്. അതുകൊണ്ട് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാവുന്നത്. ഇന്നത്തെ കാലാവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇക്കഴിഞ്ഞ പുതുവർഷ ആഘോഷങ്ങൾക്കിടെ അപ്രതീക്ഷിതമായി 24 സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കൊച്ചുമിടുക്കിയുണ്ട്. ആലുവ കുട്ടമശ്ശേരിയിൽ ഐഷ അസ്മി എന്ന 10ാം ക്ലാസ്സുകാരി ചിട്ടയായ പഠനത്തിലൂടെ ഫുൾ A+ എന്ന പുതുവർഷ പ്രതിജ്ഞ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഐഷ കുട്ടമശ്ശേരി ആലുവ. ഈ 2024 ഒരു പ്ലഡ്ജ് എടുക്കില്ല, നമ്മൾ റെസൊല്യൂഷൻ ഇന്നത് ചെയ്യണം, ഇന്നത് അവസാനിപ്പിക്കണം എന്നൊക്കെ. 2024 പ്രധാന പ്ലാൻ എന്താ? ഒരു ഫുൾ A+ വാങ്ങാൻ പ്ലാനല്ലേ? 2024 പരീക്ഷ. ആ മുഖം കൂടി നോട്ട് ചെയ്ത് നോക്കണം. 2024 ഫുൾ A+ വാങ്ങാൻ പോകുന്ന കുട്ടിയാണ് ആയിഷ. അങ്ങനെ കുട്ടമശ്ശേരിയിലെ ഐഷ അന്ന് ന്യൂ ഇയറിന് പറഞ്ഞ ആ പ്ലാൻ അത് പൂർത്തിയായിരിക്കുകയാണ്. SLC ഫലം വന്നപ്പോൾ ഐഷയ്ക്ക് ഫുൾ A+ തന്നെയുണ്ട്. ഐഷയും കുടുംബവും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഐഷ, എന്ത് തോന്നുന്നു? അന്ന് പറഞ്ഞ അത് അതേപടി ഫുൾ A+ലേക്ക് എത്തിയിരിക്കുന്നത്, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ആഗ്രഹിച്ചാണ് ഫുൾ A+ വാങ്ങണം, നല്ല രീതിക്ക് എല്ലാവരുടെ മുമ്പിൽ നിൽക്കണം. അതെനിക്ക് ദൈവം തന്നെ അനുഗ്രഹം, അതെനിക്ക് സഫലമാക്കാൻ സാധിച്ചു. എൻ്റെ പ്രയത്നവും കാര്യങ്ങളും കൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ താങ്ങും തണലും കൊണ്ടും ഞാനത് നേടി. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ ഇടയപ്പുറം KMC സ്കൂളിലാണ് ഐഷ പഠിച്ചത്. മിന്നും വിജയത്തിൽ കുടുംബവും അഭിമാനത്തിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാൽ എൻ്റെ മോള് മേടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അവൾ ക്ലാസ് 1 ഒടുങ്ങി ഫുള്ളായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. അതുപോലെ തന്നെ മേടിച്ചു. ഭയങ്കര സന്തോഷം. എന്തായാലും നിങ്ങൾ ഈ പ്രോഗ്രാം കവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല, ഒരു സന്തോഷം നിങ്ങളെ വിളിച്ചറിയിച്ചതാണ്. എന്ന് വെച്ചാൽ അന്ന് നമ്മൾ അങ്ങനെ വിളിച്ച് മീറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ മോള് വാങ്ങിയെന്ന് അറിയിച്ചപ്പോൾ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. दुआ भी लगे ना मुझे, दवा भी लगे ना मुझे, जब से दिल को मेरे तू लगाए, नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तुझे दाने. ഹയർ സെക്കൻഡറിയിൽ ബയോമാക്സ് ആണ് ഐഷയുടെ ഊഴം. എഞ്ചിനീയറിംഗ് മേഖലയാണ് ഭാവി സ്വപ്നം. 24 കൊച്ചി. ഐഷ അസ്മിക്ക് മുന്നോട്ടുള്ള ജീവിത വഴിയിലും വലിയ പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാം A+ ആവട്ടെ. ഇനി എല്ലാം A+ കിട്ടാത്ത കുട്ടികളൊക്കെ ഇല്ല. ഇനി A+ കിട്ടാത്ത കുട്ടികളും അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ വീട്ടുകാർ മറ്റുള്ളവരുമായി ആ കുട്ടികളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. മുന്നോട്ടുള്ള ജീവിത വഴിയിൽ മാർക്കിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഈ പറയുന്ന വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും കുറ്റപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. വളരെ മിടുക്കരാണ് കുട്ടികൾ A+ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു. ഇനി